ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദുഃഖത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ആത്മഹത്യ പ്രവണതയിൽ നിന്നും വിമുക്തി നേടാനായിട്ടാണ്. ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവില്ലെങ്കിൽ, അവിടുത്തെ കരം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും അതിനെ വിജയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖത്തിൽ നിന്നും, നിരാശയിൽ നിന്നും, ആത്മഹത്യ പ്രവണതയിൽ നിന്നും നമുക്ക് അകന്നു നിൽക്കാം. തിരുവചനത്തിൻ്റെ വലിയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് അകന്നു നിൽക്കാം. കാരണം ലോകം നമുക്ക് തരുന്ന ഇത്തരത്തിലുള്ള ക്ലേശങ്ങളെ നമുക്ക് മറികടക്കണമെങ്കിൽ അവിടുത്തെ സാന്നിധ്യം നമ്മുടെ കൂടെ തരും. അവിടുന്ന് ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സമാശ്വസിപ്പിക്കാം. അവിടുത്തെ ആശ്വാസം വളരെ വലുതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും എന്ന വലിയൊരു പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ തിരുവചനത്തിൻ്റെ വലിയൊരു ശക്തിയാൽ അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്. സമർപ്പിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. നമുക്ക് എല്ലാമുള്ള ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ശക്തികളിൽ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് തിരുവചനത്തിൽ ആഴ്ന്നിറങ്ങി ഒരു നല്ലൊരു ജീവിതത്തിനായി നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം, കൂടുതൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.